ഇന്ന് നമുക്ക് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്താലോ? ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചയോളമായിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചു. അതിന് വോയിസ് ഇടാൻ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കില്ലാതില്ല. പിന്നെ ഒരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലൈനിങ് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യണത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് ഫ്രണ്ട് പോർഷനിൽ ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ലൈനിങ് പീസ് വെട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ പ്ലീറ്റ്സിനുള്ള ഏരിയ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഇങ്ങനെ അതേ ഈ ഒരു മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ എങ്ങനെ വെട്ടും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നല്ലോണം ആഴ്ന്നിറങ്ങി അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റ് ഇടലാണ് പിന്നത്തെ പണി. നമ്മുടെ തേപ്പൊട്ടി ഇങ്ങനത്തെ പഴയ മോഡലാണേ, മറ്റേ മോഡലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. സ്ലീവ്സിൽ നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായപ്രകാരമാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടവും കൂടി ഉണ്ട് കേട്ടോ. ഡമ്മിയിൽ ഇടാൻ പറ്റാത്ത കാരണം ഞാനത് താഴെ വെച്ചാണ് ഫോട്ടോ എടുത്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.